ദുഃഖവെള്ളിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ അല്പനേരം ധ്യാനിക്കുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യദിനങ്ങൾ AD 30 ഏപ്രിൽ മാസത്തെ ആദ്യ ആഴ്ചയിലായിരുന്നു എന്നാണ്. യഹൂദന്മാരുടെ പുരോഹിത സംഘത്തെ വിളിക്കുന്ന ഒരു പേരാണ് സാൻഹെദ്രീൻ. അങ്ങനെ പുരോഹിതന്മാരുടെയും നേതാക്കന്മാരുടെയൊക്കെ ഒരു സംഘം യേശുക്രിസ്തുവിനെ കൊല്ലാനായി വിധി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ സാൻഹെദ്രീന് ആരെയും കൊല്ലാനുള്ള അവകാശമില്ല. മറ്റു ചില ശിക്ഷകളൊക്കെ നടത്താനായിട്ട് പറ്റും. എന്നാൽ കൊല്ലാനുള്ള അധികാരമുള്ളത് റോമൻ അധികാരിക്കാണ്. പ്രത്യേകിച്ച് ജെറുസലേമിൻ്റെ പശ്ചാത്തലത്തിൽ അതുള്ളത് അക്കാലത്തെ റോമൻ അധികാരിയായ പീലാത്തോസിനാണ്. അതുകൊണ്ടാണ് സാൻഹെദ്രീൻ കൊല്ലാനായിട്ട് വിധിച്ച ഒരാളെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പീലാത്തോസിൻ്റെ വിധി കിട്ടാൻ വേണ്ടിയാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തുവിനെയും കൊണ്ട് പോവുക. പീലാത്തോസ് ആ കാലത്ത് കേസറിയ പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ പെസഹായുടെ അവസരത്തിൽ ജെറുസലേമിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് പഠിക്കാനും അത് ക്രമപ്പെടുത്താനുമായി ഹെറോദോസിൻ്റെ വകയായിട്ടുള്ള അന്തോണിയോ കോട്ടയിൽ പ്രത്തോറിയത്തിൽ അദ്ദേഹം ആ കാലത്ത് പെസഹാ കാലത്ത് താമസിക്കുക പതിവാണ്. അതുകൊണ്ട് സാൻഹെദ്രീൻ അവരുടെ വിധി പ്രസ്താവനത്തിന് ശേഷം പ്രത്തോറിയത്തിലേക്ക് പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുപോവുകയാണ്. അവർ യേശുക്രിസ്തുവിനെ കൊല്ലാനായിട്ട് പ്രധാന കാരണമായിട്ട് പറയുന്നത്, യേശുക്രിസ്തുവിനെ നീ വധശിക്ഷയ്ക്കായി വിട്ടുതരുന്നില്ല എങ്കിൽ ഞങ്ങൾ തെളിയിക്കാനായിട്ട് പോകുന്നത് നീ സീസറിൻ്റെ ശത്രുവാണ്, സീസറിൻ്റെ കൂടെയല്ല പീലാത്തോസ് എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. കാരണം യേശുക്രിസ്തു സീസറിനെതിരായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു രാജാവാണ്, രാജ്യം സ്ഥാപിക്കാനായിട്ടാണ് വന്നത്. എന്നാൽ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, അങ്ങ് രാജാവാണ്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രാജാവാണ്, പക്ഷേ എൻ്റെ രാജ്യം ഇവിടെയൊന്നുമല്ല. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം സീസറിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഇവർ പറയുന്ന തെറ്റൊന്നും യേശുക്രിസ്തു ഇല്ലെന്ന് പീലാത്തോസിന് മനസ്സിലായി. അദ്ദേഹം അത് പ്രസ്താവിക്കുകയും ചെയ്തു. അന്നേരം അദ്ദേഹത്തിന് മറ്റൊരു അബദ്ധം പറ്റുന്നുണ്ട്. വധിക്കപ്പെടേണ്ട ഒരാളെയാണ് പെസഹാക്കാലത്ത് ഒരു പ്രത്യേക ആനുകൂല്യം പോലെ വെറുതെ വിടുന്നത്. അപ്പോൾ പീലാത്തോസ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പെസഹാക്കാലത്തുള്ള ആനുകൂല്യം ഞാൻ ഉപയോഗിക്കട്ടെ? ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു അർത്ഥം അതിന് വരുന്നുണ്ട്. അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാൻ ചോദിച്ചത്, പക്ഷേ യേശുക്രിസ്തു വധശിക്ഷയ്ക്ക് അർഹനാണ് എന്നൊരു ചിന്ത അതിനകത്തുനിന്ന് വരുന്നുണ്ട്. കാരണം വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരാളെയാണ് പെസഹാക്കാലത്ത് മോചിപ്പിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൊല്ലുക, ബറാബാസിനെ മോചിപ്പിക്കാനായിട്ട് പറയുകയാണ്. പീലാത്തോസ് യേശുക്രിസ്തുവിനെ രക്ഷിക്കാനായി ശ്രമിച്ച ഒരു കാര്യം ഉരുത്തി പറഞ്ഞാൽ ഒരബദ്ധമായിട്ട് മാറുന്നുണ്ട്. പീലാത്തോസ് അതിനിടയ്ക്ക് കൈ കഴുകുന്നുണ്ട്. കൈ കഴുകിയിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് രക്തത്തിൽ പങ്കില്ല, ഇദ്ദേഹത്തിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ക്രമസമാധാന നില വഷളായി എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ ഒരു ആനുകൂല്യം ഉപയോഗിച്ച് അദ്ദേഹം യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഈജിപ്തുകാരുടെ ഇടയിൽ സാധാരണഗതിയിൽ അങ്ങനെ കുരിശിൽ കൊല്ലുന്ന രീതിയില്ല, മരത്തിൽ തൂക്കിയിടുന്ന രീതിയില്ല. ഉൽപ്പത്തി 40 18 19 ജോസഫുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന ആളുകളുടെ കാര്യം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മരത്തിൽ തൂക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പ്രസ്താവനയുണ്ട്. പേർഷ്യക്കാരുടെ ഇടയിൽ ഇത് സാധാരണമായിരുന്നു. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ 9-ലും 10-ലുമൊക്കെ പേർഷ്യക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നടപടിയെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. പേർഷ്യക്കാരിൽ നിന്നാണ് ഇത് റോമാക്കാരെടുക്കുന്നത്. പല രീതിയിലുള്ള കുരിശുകൾ ഉണ്ടായിരുന്നു. മരത്തിൽ ഒരാൾ ജീവനോടെ കെട്ടിത്തൂക്കിയിടുക, അവിടെ കിടന്ന് അയാൾ ശ്വാസം കിട്ടാതെ മരിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴും മൃഗങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ആളുടെ കൈയും കാലും എല്ലാം പക്ഷികൾ വന്ന് കണ്ണൊക്കെ കൊത്തി തിന്നും.
മറ്റ് മൃഗങ്ങൾ വന്ന് രാത്രിയിലും മറ്റുമൊക്കെ കുരിശിൽ കിടക്കുന്ന ആളുടെ കാലൊക്കെ കടിച്ചു തിന്നും. ഇങ്ങനെ കുരിശിൽ കിടന്നവരുടെ ദാരുണമായ മരണം ഇതാണ് ഉദ്ദേശിക്കുന്നത്. റോമാക്കാർ അടിമകളെ മാത്രമാണ് അങ്ങനെ കുരിശിൽ തറച്ചിരുന്നത്. യഹൂദന്മാരെ അടിമകളായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അവർ റോമാക്കാരുടെ അടിമകളാണ് അക്കാലത്ത്. യേശുക്രിസ്തുവും അതുകൊണ്ടൊരു അടിമയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ വധശിക്ഷയ്ക്ക്, കുരിശുമരണ ശിക്ഷയ്ക്കായിട്ട് വിട്ട് കൊടുക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ എവിടെയാണ് ആണിയടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യതയിൽ പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ തുറീനിലുള്ള കച്ച യേശുക്രിസ്തുവിൻ്റെ ശവശരീരം പൊതിഞ്ഞതായും പിന്നീട് പല രീതിയിൽ അതങ്ങനെ ആ പ്രദേശത്ത് നിന്ന് കിട്ടി യൂറോപ്പിൽ വന്ന് ഇപ്പോഴും തുറീനിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ കച്ചയനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ മണിബന്ധത്തിലാണ് ആണികൾ അടിച്ചിരിക്കുന്ന. കാരണം ഇപ്പോൾ ആണിയിൽ തൂങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. കൈ അങ്ങനെ അടിച്ചിരിക്കാനാണ് സാധ്യത. യേശുക്രിസ്തു മരിക്കാനുള്ള കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആൾക്ക് ശ്വസിക്കാനായി പറ്റുകയില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആളുകൾ, കുരിശ് തൂങ്ങിക്കിടക്കുന്ന ആളുകൾ മരിക്കുക. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 1:23 നാം വായിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ സഹനത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഇടർച്ചയാണത്. അതുപോലെ തന്നെ വിജാതിയർക്ക് ഭോഷത്വമാണ്. അവർ ധനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സഹനത്തിനും അവർ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. വിജാതിയർ അതിനെ ഒരു ഭോഷത്വമെന്ന് വിളിക്കും. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ഒരു ഇടർച്ചയായിട്ടാണ് കാണുക. കുരിശിലെ മരണം വഴി ആർക്കാരെ രക്ഷിക്കാനായിട്ട് പറ്റും? അങ്ങനെയാണ് അവരതിനെക്കുറിച്ച് പറയുക. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിലെ കുരിശിലെ മരണം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്തിനാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മരണം വഴി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 1:18 വായിക്കുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷത്വമാണ്, എന്നാൽ നന്മയിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുരിശ് അനുഗ്രഹമാണ്. 1731 ക്ലെമൻ്റ് 12ാമൻ മാർപ്പാപ്പയാണ് 12 സ്ഥലങ്ങളുള്ള കുരിശിൻ്റെ വഴി സഭയിൽ അംഗീകരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ജെറുസലേമിലും മറ്റുമെല്ലാം കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുണ്ടായിരുന്നു. 1731 ക്ലെമൻ്റ് 12ാമൻ മാർപ്പാപ്പയാണ് 14 സ്ഥലമുള്ള കുരിശിൻ്റെ വഴിയെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത്. വിശുദ്ധ ഡൊമിനിക്കിനോട് ചെറുപ്പത്തിലെ അമ്മ ചോദിച്ചു, മോൻ ആരോടാണ് കൂടുതൽ ഇഷ്ടം? അപ്പോൾ ഡൊമിനിക്ക് പറഞ്ഞു, എനിക്ക് അമ്മയോടാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അമ്മ ഡൊമിനിക്കിനെ ഒരു ക്രൂശിത രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് ഈ കുരിശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. കുരിശിൽ കിടക്കുന്ന യേശു നമുക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവൻ നൽകിയവനാണ്. യേശുക്രിസ്തു കുരിശിൽ തൻ്റെ ജീവൻ നൽകി. തൻ്റെ ജീവനോളം യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുകയാണ്. ജീവൻ നൽകുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ചരിത്രപരമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. യൂദാസിൻ്റെ പണത്തോടുള്ള ആർത്തി ഒരു കാരണമാണ്. പീലാത്തോസിൻ്റെ അധികാര ദുർവിനിയോഗം, യഹൂദ മേധാവികളുടെ ആത്മീയ അന്ധത, ഇങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. എന്നാൽ വിശ്വാസപരമായി ഇതിൻ്റെ ഉത്തരം ഇതാണ്, ഇത് പ്രവചനം നിറവേറാൻ വേണ്ടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 ഒരു പ്രവചനമുണ്ട്. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തോട് ചേർന്ന് തന്നെ ഈ പ്രവചനമുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതികാല് കടിക്കും. പക്ഷേ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭം കാനായിൽ വെച്ചും അതുപോലെ തന്നെ പരസ്യജീവിതത്തിൻ്റെ അവസാനമായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ അവസരത്തിലും മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുക. ഞാൻ ആ സ്ത്രീയുടെ സന്തതിയാണ്. ഇതാ സ്ത്രീയുടെ സന്തതി ഇപ്പോൾ സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3:15 പ്രവചനം നിറവേറാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മെസ്സിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി. അങ്ങനെ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുകയാണ്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, കുരിശ് മരണത്തോളം യേശുക്രിസ്തു അനുസരണയുള്ളവനായി മാറി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്.
യേശുക്രിസ്തു കുരിശിലെ തൻ്റെ മരണത്തിൻ്റെ അവസരത്തിലും വളരെ ശാന്തമായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ അയച്ച പിതാവ് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട്. യോഹന്നാൻ 8:29. യേശുക്രിസ്തു ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതുപോലെ യേശുക്രിസ്തു ഈ ലോകത്തിലെ എല്ലാവരുടെയും പാപം തൻ്റെ മേലേറ്റ് കുരിശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി പാവപരിഹാര ബലിയായി മാറുകയാണ്. ഒരു പാപിക്കുണ്ടാകാവുന്ന, മരണസമയത്തുണ്ടാകാവുന്ന, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പാപിക്കുണ്ടാകുന്നൊരു ചിന്തയാണ്, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ, എനിക്കിനി യാതൊരു പ്രതീക്ഷയുമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഉള്ളൊരു കരച്ചിലാണ് അവിടെ. എന്നാൽ യേശുക്രിസ്തു ആ കരച്ചിൽ ഉടനെ തന്നെ മാറ്റിയിട്ട്, പിതാവേ ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമെന്ന് പറയുക. യേശുക്രിസ്തു ഒരു പാപിക്കുണ്ടാകാവുന്ന എല്ലാവിധ വേദനകളിലൂടെ കടന്നു പോവുകയാണ്. ശാരീരികമായ വേദന, മാനസികമായ വേദന, ആത്മീയമായ വേദന. എന്നാൽ പരമമായ സത്യം ഇതാണ്, യേശുക്രിസ്തു തന്നെ പിതാവിന് സമർപ്പിക്കുകയാണ്. യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തതാണ് ഈ കുരിശുമരണം. അത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ്. യേശുക്രിസ്തു തന്നെ അനുസരണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്, പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുന്നതാണ്. എനിക്കെൻ്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് യേശുക്രിസ്തു ചോദിക്കുകയാണ്. അതുപോലെ എമ്മാവുസിലേക്ക് പോയ അപ്പസ്തോലന്മാരോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതല്ലേ എന്ന് യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തതാണ്. തീർച്ചയായും അത് ചരിത്രപരമായിട്ടൊരു ചതിയാണ്, അധികാരമോഹമാണ്, അറിവില്ലായ്മയാണ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇത് ദൈവത്തിൻ്റെ മഹത്തായ മനുഷ്യരക്ഷയുടെ ഒരു പദ്ധതിയാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. പിതാവ് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എന്ന് യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:32. സഹനങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ സഹായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 3:24-27 സഹിക്കുന്നവരുടെ കൂടെ ഒരു ദൈവദൂതനുണ്ടെന്നുള്ള പ്രസ്താവന കാണാനായിട്ട് പറ്റും. 3 പേര് സഹിക്കുമ്പോൾ 4ാമത് ദൈവദൂതനെ പോലെ ഒരാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. യേശുക്രിസ്തുവിൻ്റെയും സഹനത്തിൻ്റെ അവസരത്തിൽ, ഗെത്സേമനിയിലെ പ്രാർത്ഥനയുടെ അവസരത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യേശുക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. പിതാവായ ദൈവം തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് അതിൻ്റെ സൂചന എന്ന് നമുക്കറിയാമല്ലോ. എനിക്കൊരു മാമുദീസ മുങ്ങാനുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു, എനിക്കൊരു മാമുദീസ മുങ്ങാനുണ്ട്, അത് സഹനമാണ്, കുരിശിലെ മരണമാണ്, രക്തത്തിലൂടെയുള്ളൊരു മാമുദീസ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. യേശുക്രിസ്തു അതിനുവേണ്ടി ഒരുങ്ങിയാണ് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയത്. നമ്മുടെ സമയവ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുക. 3 മണിയോടുകൂടെയാണ് യേശുക്രിസ്തു മരിക്കുന്നത്. മുറിവേറ്റവർ സാധാരണഗതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി മാറുന്നുവെന്നാണ് ചരിത്രം പറയുക. മുറിവേറ്റവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നാം കാണുന്നത്, മുറിവേറ്റ യേശുക്രിസ്തു മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയല്ല ചെയ്തത്, യേശുക്രിസ്തു സൗഖ്യദായകനായിട്ട് മാറുകയാണ്. യേശയ്യായുടെ പുസ്തകം 53 നാം വായിക്കുന്നുണ്ട്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് മുറിവേറ്റത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് സഹിച്ചത്? ചില ആളുകൾ പറയും യേശുക്രിസ്തു സഹിച്ചത് നമുക്ക് സഹനത്തിനൊരു മാതൃക തരാൻ വേണ്ടിയാണ് സഹിച്ചതെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന യേശുക്രിസ്തു സഹിച്ചത് നമ്മുടെ സഹനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പാവം വഴി നമുക്കുണ്ടാകാവുന്ന സഹനങ്ങൾ, രോഗം വഴി നമുക്കുണ്ടാകാവുന്ന സഹനങ്ങൾ ഏറ്റെടുത്ത് അതിൽ നിന്ന് നമ്മെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. അത് 1 പത്രോസ് 2:24 നാം വായിക്കുന്നുണ്ട്, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു ദരിദ്രനായി നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണെന്ന് 2 കൊരിന്ത്യർ 8:9 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ സഹനത്തിലൂടെയെല്ലാം കടന്നുപോയത് നമ്മെ ഈ സഹനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യം നാം മറന്നു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹനങ്ങളിൽ നിന്ന്, പാപം വഴിയുള്ള സഹനത്തിൽ നിന്ന്, രോഗം വഴിയുള്ള സഹനത്തിൽ നിന്ന് അത് സൗഖ്യത്തിന് കാരണമായി മാറുന്നു. ക്രിസ്തുമതത്തിൽ മാത്രമുള്ള രോഗശാന്തി പ്രാർത്ഥനയാണ്, പിതാവായ ദൈവമേ
യേശുക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി എൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. സഹിക്കുന്നവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ദുഃഖവെള്ളി നമുക്ക് പറഞ്ഞു തരികയാണ്. ഏതാനും വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാനായി ശ്രമിക്കാം. പീലാത്തോസിൻ്റെ ഭാര്യ അരമനയിലെത്തി പീലാത്തോസിനോട് ഒരു കുറിപ്പ് കൊടുത്ത് അറിയിക്കുകയാണ്, ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ യേശുക്രിസ്തു നീതിമാനാണ്. സഹിക്കുന്ന ആരും മനസ്സിലാക്കാത്ത അവസരത്തിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പീലാത്തോസിൻ്റെ ഭാര്യ. അവർക്ക് കിട്ടിയൊരു ദൈവിക വെളിപ്പെടുത്തൽ വഴി ആ കാര്യം തൻ്റെ ഭർത്താവിനെ അറിയിക്കുന്നുണ്ട്. സഹിക്കുന്നവരെ നമുക്ക് ഈ രീതിയിൽ സഹായിക്കാനായിട്ട് പറ്റും. നിൻ്റെ വേദനകൾ, പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം വലിയൊരാശ്വാസമാണ്. രണ്ടാമതായി, കുരിശ് വഹിക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തുവിനെ സഹായിക്കുന്ന കിരണയക്കാരൻ ശിമയോനുണ്ട്. ശിമയോൻ കുരിശ് വഹിക്കാനായിട്ട് യേശുക്രിസ്തുവിനെ സഹായിക്കുകയാണ്. നമുക്കും സഹിക്കുന്ന ആളുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ശാരീരികമായ സാന്നിധ്യം വഴിയും സഹായം വഴിയൊക്കെ സഹായിക്കാനായിട്ട് പറ്റും. മൂന്നാമതായി, വേറോനിക്ക ഒരു പാത്രം വെള്ളവും തുവാലയുമായി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരികയാണ്. യേശുക്രിസ്തുവിന് അവൾ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെ സഹിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ധാരാളം പേരെ നാം കുരിശിൻ്റെ വഴിയിലും ദുഃഖവെള്ളിയാഴ്ചയിലും കണ്ടുമുട്ടുന്നുണ്ട്. മറ്റൊരു കൂട്ടരാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മ. അതുപോലെ തന്നെ വഴിയിലെത്തിയ സ്ത്രീകൾ അവരുടെ ശാന്തമായ സാന്നിധ്യം, ആ സാന്നിധ്യം വഴി യേശുക്രിസ്തുവിനെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ സഹിക്കുന്ന ചില ആളുകളോട് നമുക്കൊന്നും പറയാനായിട്ടില്ലായിരിക്കാം, എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ അവരുടെ കൂടെയുള്ള നമ്മുടെ സാന്നിധ്യം തന്നെ വലിയ സഹായമായിട്ട് മാറുകയാണ്. സഹായവുമായി എത്തുന്ന മറ്റൊരു കൂട്ടരാണ് അരിമത്യാക്കാരൻ ജോസഫും നിക്കോദേമോസും. യേശുക്രിസ്തുവിൻ്റെ അമ്മയെയും യേശുക്രിസ്തുവിൻ്റെ അരുമശിഷ്യനെയും അവിടെയുള്ള സ്ത്രീകളെയൊക്കെ അവർ സഹായിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അവർ സഹായിക്കുക. ഇങ്ങനെ സഹനത്തിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും, സമ്പത്ത് കൊണ്ട് സഹായിക്കാനായിട്ട് പറ്റും, സാന്നിധ്യം കൊണ്ട് സഹായിക്കാനായി പറ്റും എന്ന കാര്യവും ദുഃഖവെള്ളി നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-26 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുക. യേശുക്രിസ്തു കുരിശെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ദുഃഖവെള്ളി നമുക്ക് ചില വൈകാരികമായ യേശുക്രിസ്തുവിൻ്റെ സഹനത്തെ ഓർത്ത് വൈകാരികമായ ചില അനുഭവത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയുള്ളതല്ല, നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും ഓർത്ത് കരയാൻ വേണ്ടിയാണ്. എനിക്കെവിടെയാണ് തിരുത്താനായിട്ടുള്ളത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏത് തകർച്ചയോർത്താണ് കരയേണ്ടത്? വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യ ഗർഭിണിയാകുന്നു. പക്ഷേ MSc പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പരീക്ഷക്കാലമായതുകൊണ്ടും പെട്ടെന്ന് കുഞ്ഞിനെ വേണ്ടെന്ന് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുകയാണ്. അവർ ആ കൊച്ചിനെ അബോർട്ട് ചെയ്യുന്നു, ഭ്രൂണഹത്യ നടത്തുന്നു. പിന്നീട് 7 കൊല്ലക്കാലം കാത്തിരുന്നിട്ട് അവർ കുഞ്ഞുണ്ടാകുന്നില്ല. അവർ ഡിവൈനിലെ ഒരു ധ്യാനത്തിൽ വെച്ച് അവരുടെ പാപത്തെ ഓർത്ത് കരഞ്ഞ് പശ്ചാത്തപിച്ച് മാപ്പ് ചോദിച്ചു. ധ്യാനം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. അവർക്ക് അത്ഭുതകരമായ രീതിയിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കും. നിങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുക, നിങ്ങളെ ഓർത്ത് കരയുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഉദ്ദേശിച്ച് ഇതുതന്നെയാണ്. ദുഃഖവെള്ളി നമുക്ക് നമ്മുടെ ബലഹീനതകളെയും പാപങ്ങളെയൊക്കെ ഓർത്ത് കരയാനുള്ള ഒരു ദിവസമാണ്. ആ രീതിയിൽ വേണം അതിനെ കണക്കാക്കാനായിട്ട്. ക്രിസ്തുമതം ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്. അതുകൊണ്ട് ദുഃഖവെള്ളി നമ്മെ യേശുക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സന്ദേശങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ മൊഴികൾ, കുരിശിൽ കിടന്നുകൊണ്ടുള്ള മൊഴികളും നാം ദുഃഖവെള്ളിയിൽ ധ്യാന വിഷയമാക്കേണ്ടതാണ്. യേശുക്രിസ്തു ക്ഷമിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണം, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. കുരിശിൽ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ് ക്ഷമിക്കാനുള്ള സന്ദേശം. ഒരിക്കലും ഒരാൾ ഒരു തോട്ടത്തിലേക്ക് കടന്ന് അയാളുടെ വടി കൊണ്ട് അവിടെയുള്ള ചില ചെടികളൊക്കെ തട്ടുകയും മറിക്കുകയും ചെയ്യുകയാണ്. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഓടി വന്ന് അയാളെ തള്ളി പുറത്താക്കി അയാളുടെ വടി വലിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് അയാളുടെ മുറിയിൽ വന്നിരുന്നു. അപ്പോഴാണ് അയാളൊരു കാര്യം മനസ്സിലാക്കിയത്. ആ വടി നഷ്ടപ്പെട്ട ആൾ നിലത്തിരുന്ന് ഇങ്ങനെ തപ്പുകയാണ്. അയാൾ ഇറങ്ങി അടുത്തിയെന്നും അപ്പായി മനസ്സിലായി. മനുഷ്യൻ ഒരു അന്ധനായ മനുഷ്യനാണ്. അയാൾ വഴിയറിയാതെ വടി കൊണ്ട് വഴി തപ്പുന്ന അവസരത്തിലാണ് തൻ്റെ ചെടികൾ നഷ്ടപ്പെട്ടത്, നശിച്ചു പോയതെന്ന്. അയാൾക്ക് വളരെ കരുണയും ദയയൊക്കെ തോന്നി. അയാൾ ഓടിച്ചെന്ന് അയാളോട് മാപ്പ് ചോദിച്ച്, ഞാൻ അറിയാണ്ട് ചെയ്തതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല.
അറിവുണ്ടായിരുന്നെങ്കിലും, സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ക്ഷമയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുമായിരുന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറാകണം എന്ന് യേശുക്രിസ്തു കുരിശിലെ ആദ്യ മൊഴിയിലൂടെ നമ്മോട് പറയുകയാണ്. രണ്ടാമതായിട്ട് യേശുക്രിസ്തു പറയുന്നൊരു കാര്യം, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ആരെങ്കിലും നമ്മോട് ക്ഷമ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അവരോട് നാം ക്ഷമിക്കാനായിട്ട് തയ്യാറാകണം. യേശുക്രിസ്തു എന്നാണ് പർദീസായിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നതനുസരിച്ച് നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ ആയിരിക്കും. അപ്പോൾ പാതാളത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അർത്ഥം ഇതാണ്, യേശുക്രിസ്തു മരിച്ചവരുടെ കൂടെ എണ്ണപ്പെട്ടു, ശരിക്കും മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു അന്ന് തന്നെ പർദീസായിൽ ആയിരിക്കും. പർദീസ എന്നതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ സൗഭാഗ്യത്തിലായിരിക്കും, നീ എന്നോടുകൂടെ ഇന്ന് നിന്നെ ഞാൻ ഭാഗ്യത്തിലേക്ക് വിളിക്കുകയാണെന്നുള്ളൊരു അർത്ഥവും കൂടി അതിനുണ്ട്. മറ്റൊരു കാര്യമാണ് യേശുക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ അവസരത്തിൽ തൻ്റെ അമ്മയ്ക്ക് ആരുമില്ലല്ലോ എന്ന് ഓർക്കുകയാണ്. യോഹന്നാന് തൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ, പ്രായമായ മാതാപിതാക്കന്മാരുള്ള നമ്മുടെ കടമകളെക്കുറിച്ച് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. മറ്റൊന്ന്, യേശുക്രിസ്തു നിലവിളിക്കുകയാണ്. വേദനകളിൽ പിതാവിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണെന്ന് യേശു നമുക്ക് പറഞ്ഞു തരികയാണ്. യേശു ദാഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് യേശുക്രിസ്തു ദാഹിക്കുന്നു. മറ്റൊരു വചനം, എല്ലാം പൂർത്തിയായെന്ന് യേശു പറയുകയാണ്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി വരച്ചു തന്നിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതെനിക്ക് പൂർത്തിയാക്കാനായി പറ്റിയോ എന്നുള്ള ചിന്തയും ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്ത തന്നെ ആണ്. പിതാവേ, നിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ബോധപൂർവം പിതാവിന് വിട്ടുകൊടുക്കുന്ന ഒരു അന്ത്യം. ദുഃഖവെള്ളി നമുക്ക് 3 തരം കുരിശുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കള്ളൻ്റെ കുരിശാണ്, മറ്റൊന്ന് പശ്ചാത്തപിച്ച ഒരാളുടെ കുരിശാണ്, 3 യേശുക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന കുരിശാണ്. കുരിശ് യേശുക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന കുരിശാണ് നാം കുരിശായി കണക്കാക്കുന്നത്. കള്ളൻ്റെ കുരിശ്, അതായത് നാട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാക്കി പാപം ചെയ്തിട്ട് സഹിക്കുന്ന സഹനങ്ങൾ, അതും കുരിശ് തന്നെയാണ്. ദുഃഖവെള്ളിയിൽ നാം അങ്ങനെ ഒരു കുരിശ് കാണുന്നുണ്ട്. മറ്റൊരു കുരിശ് ആ രീതിയിലാണ് സഹിക്കുന്നതെങ്കിലും അത് പശ്ചാത്താപമായിട്ട് കണക്കാക്കുകയാണ്, തൻ്റെ പാപത്തിന് പരിഹാരമായി കണ്ട് കണക്കാക്കുകയാണ്. ആ രീതിയിൽ ആ കുരിശിനും ക്രിസ്ത്യാനികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു അർത്ഥമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനി വഹിക്കേണ്ട കുരിശ് യേശുക്രിസ്തുവിൻ്റെ കുരിശാണ്. പത്രോസ്ലീഹ പറയുകയാണ്, പാപം ചെയ്തിട്ട് നീ സഹിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ അഭിമാനിക്കാനായിട്ട് എന്താണ് അവകാശമുള്ളത്? നീതിമാനായിരിക്കെ നീ സഹിക്കുകയാണെങ്കിൽ അതിനകത്ത് നിനക്ക് മഹത്വത്തിന് അവകാശമുണ്ടെന്ന് പത്രോസ്ലീഹ കുരിശിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദുഃഖവെള്ളി നമുക്ക് ധാരാളം രക്ഷയുടെ സന്ദേശങ്ങൾ തരുന്നുണ്ട്. നിന്നെ ഓർത്ത് കരയുക എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ടൊരു സന്ദേശമായി എടുക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനായിട്ട് ശ്രമിക്കാം. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് പകരമായിട്ടാണ്, നമ്മെ രക്ഷിക്കാനായിട്ടാണ്. ഈ രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അത് പിതാവായ ദൈവത്തോട് ഏറ്റുപറയണം. ഏറ്റുപറയുക മാത്രമല്ല, ഇനി പാവമില്ലാതെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതെന്നെക്കൊണ്ട് പറ്റും എന്ന ബൈബിൾ വചനം നാം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമായി സ്വീകരിക്കണം. 1 യോഹന്നാൻ 3:9 ദൈവാത്മാവിൻ്റെ ശക്തിയാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൽ ആശ്രയിച്ച് എനിക്ക് പാവം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ കുരിശുമായി ബന്ധപ്പെട്ട ദുഃഖവെള്ളിയിലെ പ്രധാനപ്പെട്ട സന്ദേശം, എനിക്ക് പാവം ഉപേക്ഷിച്ച് ജീവിക്കാനായി പറ്റും, പാവം ഉപേക്ഷിച്ച് ജീവിക്കണമെന്നുള്ള എൻ്റെ പ്രതിജ്ഞയാണ് ദുഃഖവെള്ളിയിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇതുതന്നെയാണ് യേശുക്രിസ്തുവിനോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹവും. ദുഃഖവെള്ളിയുടെ ഈ ദിനത്തിൽ നമുക്ക് നമ്മെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യേശുക്രിസ്തുവിലൂടെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രക്ഷയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം. പാവം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരായി തീരാം. പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.